കളമശ്ശേരിയിൽ മഞ്ഞപ്പിത്ത വ്യാപനം രൂക്ഷം. 3 വാർഡുകളിൽ അതീവ ജാഗ്രത. 13 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 30 പേർ രോഗലക്ഷണങ്ങളുമായി ചികിത്സയിലാണ്. കഴിഞ്ഞ നവംബർ 16-നാണ് കളമശ്ശേരി നഗരസഭാ പരിധിയിൽ ആദ്യമായി മഞ്ഞപ്പിത്തം കണ്ടെത്തിയത്. തൊട്ടടുത്ത ദിവസങ്ങളിൽ കൂടുതൽ പേരിൽ രോഗം സ്ഥിരീകരിച്ചു. എന്നാൽ നഗരസഭയും ആരോഗ്യവകുപ്പും ഇതിനെ ഗൗരവതരമായി കണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയത് ഏതാനും ദിവസം മുമ്പ് മാത്രമാണ്. നഗരസഭാ പരിധിയിൽ മഞ്ഞപ്പിത്ത ബാധിതരെ കണ്ടെത്താനായി മെഡിക്കൽ ക്യാമ്പ് ആദ്യമായി സംഘടിപ്പിച്ചത് ഇന്ന് മാത്രമാണ്. മഞ്ഞപ്പിത്തം ഒരു 3 വാർഡുകളിലാണ് കളമശ്ശേരിയിൽ ഇപ്പോൾ വളരെയധികം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കാരണം തന്നെ നമുക്കറിയാം, മെഡിക്കൽ കോളേജ് ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഹെൽത്ത് വിഭാഗത്തിൻ്റെ മുൻകരുതലുകളില്ലാത്തതിൻ്റെ ഒരു കുറവാണ് ഇത് സംഭവിച്ചതെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഇതിന് രോഗികളുടെ എണ്ണം കൂടി വളരെയധികം വർദ്ധിച്ച് പത്രത്തിലൂടെയും മറ്റും റിപ്പോർട്ട് വരുമ്പോഴാണ് നമ്മൾ നഗരസഭയുടെ ഹെൽത്ത് വിഭാഗം പോലും ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഓരോ വാർഡുകളിലും ആശാ വർക്കർമാർ അത് കൃത്യമായിട്ട് ഹെൽത്ത് വിഭാഗത്തിനെ അറിയിക്കുകയും ആ ഹെൽത്ത് വിഭാഗം കൃത്യമായിട്ട് നഗരസഭയെ അറിയിക്കുകയും ചെയ്താൽ മാത്രമാണ് ഇത് കൃത്യമായ ഒരു പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക് നഗരസഭയ്ക്കും ഹെൽത്ത് വിഭാഗത്തിനും പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഇതൊന്നും ഒരു കോർഡിനേഷൻ ഇല്ലായ്മയാണ് ഇത്രയും വളരെയധികമുള്ളൊരു വ്യാപനത്തിന് സാഹചര്യം ഉണ്ടാക്കിയെന്നുള്ളതാണ് അത് നമുക്കറിയാൻ സാധിച്ചത്. നഗരസഭാ പരിധിയിലെ 10, 12, 13 വാർഡുകളിലാണ് രോഗബാധിതർ ഏറെയുള്ളത്. ഈ പ്രദേശങ്ങളിലെ ജലസ്രോതസ്സുകളിൽ നിന്നും പരിശോധനയ്ക്കായി വെള്ള സാമ്പിളുകൾ ശേഖരിച്ചു നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഫലം വന്നാൽ മാത്രമേ രോഗവ്യാപനത്തിന്റെ സ്രോതസ് വ്യക്തമാകൂ. ഇതേസമയം കക്കൂസ് മാലിന്യങ്ങളടക്കം ജലാശയങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന സാഹചര്യവും വൃത്തിഹീനമായി പ്രവർത്തിക്കുന്ന ഭക്ഷണശാലകളും രോഗവ്യാപനം രൂക്ഷമാക്കാൻ ഇടയാക്കുന്നതായും ആക്ഷേപമുണ്ട്. മറ്റൊരു കാര്യം നമുക്കറിയാം, മെഡിക്കൽ കോളേജ് വഴി അല്ലെങ്കിൽ NAD റോഡ് വഴി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു വെള്ളത്തിലൂടെയാണ് മഞ്ഞപ്പിത്തത്തിൻ്റെ രോഗാണുക്കൾ പകരുന്നതെന്ന് പറയുമ്പോഴും ആ പ്രദേശങ്ങളിലെ, അതായത് പാടങ്ങളുടെ സൈഡുകളിൽ ഇരുവശങ്ങൾ NAD റോഡിലെല്ലാം മാലിന്യങ്ങൾ കൂമ്പാരമായി കിടക്കുകയാണ്. ഈ മാലിന്യങ്ങൾ നേരെ മഴ പെയ്തു കഴിഞ്ഞാൽ അഴുക്ക് വെള്ളം ഒലിച്ചിറങ്ങുന്നത് ആ പ്രദേശത്തുള്ള പാടശേഖരങ്ങളിലും അതുപോലെ തോടുകളിലേക്കുമാണ്. ഈ തോടുകളിലെ വെള്ളമാണ് നമുക്ക് അവിടെയുള്ള ആളുകൾ കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്ന കിണറുകളിലും മറ്റും വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ബാക്ടീരിയയുടെ ഇതിലേക്ക് കിണറുകൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ പ്രദേശത്തുള്ള മിക്ക ഇതിലും ഈ മഞ്ഞപ്പിത്തത്തോട് ബന്ധപ്പെട്ടുള്ള ബാക്ടീരിയകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇതിനുള്ളൊരു പ്രതിരോധ പ്രവർത്തനം എന്ന രീതിയിൽ നഗരസഭയും ഇപ്പോൾ മന്ത്രിയും ഉൾപ്പെട്ടുകൊണ്ട് ക്യാമ്പുകളും മറ്റും എല്ലാം നടത്തുന്നുണ്ട്. പക്ഷേ ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്, ഈ പ്രതിരോധത്തിന് മുമ്പ് മുൻകരുതലുകൾ എന്നുള്ള രീതിയിൽ എടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഒന്നും തന്നെ നഗരസഭയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. നിലവിൽ 39 രോഗികളാണ് ചികിത്സയിലുള്ളത്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. 90 ദിവസത്തിനിടെ പുതിയതായി ഒരാളിലും രോഗം കണ്ടെത്തിയില്ലെങ്കിൽ മാത്രമേ മഞ്ഞപ്പിത്ത ബാധ പ്രദേശത്ത് നിയന്ത്രണ വിധേയമെന്ന് പറയാനാകൂ. ഇതിനായി വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ട് ക്രിയാത്മകമായ പ്രതിരോധ പ്രവർത്തനമാണ് ആവശ്യം. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.